ഏതായാലും PT-7 ഇന്ന് തന്നെ മയക്കുവെടി വെച്ച് പിടികൂടാം എന്ന വനംവകുപ്പിന്റെ ലക്ഷ്യം അതായത് അല്പം ദുഷ്കരമാകുന്ന ഒരു സാഹചര്യമാണ്. കാരണം PT-7 ഉൾവനത്തിലേക്ക് മാറുന്നു, ചെറിയ പ്രദേശത്താണുള്ളത്. വനംവകുപ്പിന് അത്തരത്തിൽ അതിനെ മയക്കുവെടി വെക്കാനുള്ള സാഹചര്യങ്ങൾ തൽക്കാലമില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വിവരം. ഈ ദൗത്യ സംഘത്തിന്റെ മേഖലയുണ്ട്, അവിടെ അതിന് തൊട്ടടുത്തുള്ള ചപ്പാത്ത്, അവിടെ ഞങ്ങളുടെ പ്രതിനിധി പ്രസാദ് ഉടുമ്പശ്ശേരിയുണ്ട്. പ്രസാദ്, ഏറ്റവും ഒടുവിലത്തെ വിവരം ഇന്ന് ദുഷ്കരമാണ് എന്നുള്ളതാണ്. പക്ഷേ ദൗത്യം തുടരും. എന്തെങ്കിലും സന്ദേശം വനംവകുപ്പിന്റെ ഭാഗത്തുനിന്ന് നമുക്ക് ലഭിക്കുന്നുണ്ടോ? രഞ്ജിത്ത്, അതീവ ദുഷ്കരമായ സ്ഥലത്താണ് ഇപ്പോൾ ദൗത്യസംഘം നിൽക്കുന്നത്. എനിക്ക് പുറകുവശത്തിൽ കാണുന്ന ഈ മല ഇതാണ് ധോണിയുടെ ഫോറസ്റ്റ് സ്റ്റേഷന്റെ പുറകുവശത്തുള്ള സ്ഥലം. ഇവിടെ നിന്നും രണ്ട് മലകൾക്കിടയിൽ ഇടതൂർന്ന് നിൽക്കുന്ന വനം നിൽക്കുന്ന ആ മേഖലയിലേക്ക്, അതിൻ്റെ ഉള്ളിലേക്ക് ആന കയറിപ്പോയി എന്നുള്ളതാണ് ഇപ്പോൾ വനംവകുപ്പ് പറയുന്നത്. അതുകൊണ്ടുകൂടിയാണ് വളരെ ചെരിഞ്ഞ സ്ഥലത്ത് ആന നിൽക്കുമ്പോഴാണ് അതിനെ താഴത്തേക്ക് ഇറക്കാൻ കഴിയാത്ത ഒരു സാഹചര്യം ഉണ്ടാകുന്നത്. ഇത് അപകടകരമായ രീതിയിലേക്ക് പോകുന്നു എന്നുള്ളത് മനസ്സിലാക്കിക്കൊണ്ടാണ് ഇപ്പോൾ ഈ ദൗത്യം അതീവ ദുഷ്കരമാണ് എന്നും ഒരുപക്ഷെ ഇങ്ങനെയാണ് വീണ്ടും ഉള്ളിലേക്ക് കയറിപ്പോവുകയാണെങ്കിൽ ഇന്നത്തെ ദൗത്യം നിർത്തിവെക്കേണ്ടി വരും എന്നുള്ളത് വനംവകുപ്പ് പറയുന്നത്. ഇവിടെ നമുക്ക് ഈ മലകളെ ഇപ്പോൾ നമുക്ക് എതിർവശത്ത് കാണുന്ന ദൃശ്യങ്ങളിൽ കാണുന്ന സ്ഥലത്തെ നമുക്കൊന്ന് ഈ പ്രദേശത്തുള്ള ആളുകൾ തന്നെ ഒന്ന് പരിചയപ്പെടുത്തി തരും. ഇപ്പോൾ നമുക്കിതിനകത്ത് രാവിലെ മുതൽ തന്നെ രണ്ട് സ്ഥലങ്ങളാണെന്ന് പറയുന്നത്. ഒന്ന് അരിമണി, പിന്നൊന്ന് കോർമ, മറ്റൊന്ന് ചപ്പാത്ത്. ഇപ്പോൾ ചപ്പാത്തിൻ്റെ അവിടെ നിന്ന് വനത്തിലേക്ക് കയറിപ്പോകുന്നു എന്ന് പറയുന്നതാണ്. ഇതിൽ ഏതെല്ലാം പ്രദേശത്താണ് നമുക്ക് ഈ കാണുന്നത് പറയാൻ പറ്റുക? ഈ കാണുന്ന പ്രദേശത്ത് ഈ ഭാഗത്താണ് കോർമ എന്നറിയപ്പെടുന്ന സ്ഥലം. അവിടെ നിന്ന് വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ രണ്ട് മലയുടെ ഇടയിലേക്ക് വെള്ളം തൂർന്നു വരുന്നിടത്താണ് ചപ്പാത്ത് എന്നറിയപ്പെടുന്നത്. ഈ ടവറിൻ്റെ ഇപ്പുറത്തെ ഭാഗത്തേക്ക് നിൽക്കുന്നതാണ് ഫോറസ്റ്റ് ഓഫീസ്. ഈ മറ്റേ ആന അവിടെ നിന്ന് കോർമയിൽ നിന്ന് ഓടിച്ചുകൊണ്ട് സംഭവം ചപ്പാത്തിലേക്ക് വന്നു എന്നാണ് പറഞ്ഞത്. ചപ്പാത്തിൻ്റെ മുകളിലേക്ക് ആന കയറിപ്പോയതിനാൽ ആന തിരിച്ചിറക്കുവാൻ സാധിക്കുന്നില്ല എന്നാണ് അറിയുന്നത്. അതായത് രഞ്ജിത്ത് പറയുന്നത്, നമുക്ക് ദൃശ്യങ്ങളിൽ എനിക്കത് എത്രത്തോളം വിശദീകരിക്കാൻ കഴിയുമെന്ന് അറിയില്ല. ഇപ്പോൾ നമുക്ക് ഏറ്റവും ഉയർന്നു നിൽക്കുന്ന മല എന്ന് പറയുന്നതാണ് കോർമ. അവിടെ പാറക്കെട്ടുകളും അതോടൊപ്പം തന്നെ താഴത്തേക്ക് വരുമ്പോൾ ഇടതൂർന്ന് നിൽക്കുന്ന വനവും എല്ലാം തന്നെ നമുക്ക് കാണാൻ കഴിയും. അതിൻ്റെ മറുവശത്ത് അത്രത്തോളം ഉയരമല്ലാത്ത മറ്റൊരു മലയുണ്ട്, അതായത് പാടത്തിനോട് ചേർന്ന് കിടക്കുന്ന മറ്റൊരു മല. ഈ രണ്ട് മലകൾക്കിടയിലാണ് ഇപ്പോൾ PT-7 നിൽക്കുന്നത്. PT-7 അവിടെ അതിനിടയിൽ നിൽക്കുന്ന രണ്ട് ചെരുവുകൾക്കിടയിൽ നിൽക്കുന്ന ഭാഗത്തേക്ക് ആദ്യം ഈ കോർമയിൽ നിന്നും വനംവകുപ്പ് ദൗത്യസംഘം ആനയെ ഓടിച്ചുകൊണ്ടുവന്നു. അതാണ് രാവിലെ ഒരുപക്ഷെ മന്ത്രിക്ക് ഒരുപക്ഷെ മാധ്യമങ്ങളോട് പറഞ്ഞിട്ടുണ്ടാവുക. വളരെ പോസിറ്റീവായ ഒരു പ്രതികരണമാണ് വന്നിട്ടുള്ളത്. 1 മണിക്കൂറിനകം ആനയെ പിടിക്കാൻ കഴിയുമെന്നൊരു പ്രതീക്ഷ മന്ത്രി പങ്കുവച്ചിട്ടുണ്ടാവും. പക്ഷേ പിന്നീട്, അതായത് ആ നടുക്ക് നിൽക്കുന്ന ഭാഗത്ത് നിന്ന് ആന പിന്നീട് മുകളിലേക്ക് കയറിപ്പോയി എന്നുള്ളതാണ്. അതായത് കൂടുതൽ ഇടതൂർന്ന് നിൽക്കുന്ന വനഭാഗത്തേക്ക് കയറിപ്പോകുന്നു. അവിടെ ചെരുവുമാണ്, കൂടുതൽ വനവും നിൽക്കുന്ന നിബിഡമായ വനമുള്ള ഒരു പ്രദേശം കൂടിയാണ്. അതുകൊണ്ടാണ് ഇതിനെ അവിടെ വെച്ച് മയക്കുവെടി വെച്ച് ആനയെ പിടിക്കാൻ കഴിയില്ല, അത് ദുഷ്കരമാണ് എന്ന് വനംവകുപ്പ് വ്യക്തമാക്കുന്നത്. എന്തായാലും 3 മണിക്കകം ഇതിനെ ഈ പ്രദേശത്ത് നിന്നും മുകളിൽ നിൽക്കുന്ന ആനയെ താഴത്തേക്ക് കൊണ്ടുവരാൻ കഴിഞ്ഞാൽ മാത്രമേ ഇന്ന് മയക്കുവെടി വെച്ച് ആനയെ PT-7 പിടികൂടാൻ കഴിയുള്ളൂ. അതല്ല എങ്കിൽ വനംവകുപ്പ് നേരത്തെ ഇറക്കിയതുപോലെ ഇന്നത്തെ ദൗത്യം ഒരുപക്ഷെ നിർത്തിവെക്കേണ്ട ഒരു സാഹചര്യമാണ്. അതിൽ നിന്നും മുകളിൽ നിന്നും ആനയെ താഴത്തേക്ക് കൊണ്ടുവരാനുള്ള എല്ലാ ശ്രമവും ഈ വനംവകുപ്പ് നടത്തുന്നുണ്ട്, ദൗത്യസംഘം നടത്തുന്നുണ്ട്. വയനാട് നിന്ന് വന്ന 25 സംഘമാണ് ഇപ്പോൾ ആനയെ ഓടിക്കുന്നതിന് വേണ്ടി അകത്തേക്ക് കയറിയിട്ടുള്ളത്. ഈ ചപ്പാത്തിൽ നിന്നുള്ള ദൃശ്യങ്ങളാണ്, ചപ്പാത്തിൽ മുകളിൽ കുന്നിൻ മുകളിൽ നിന്നുള്ള ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത്. കാരണം നമുക്ക് നേരത്തെ തന്നെ അറിയാം, അതീവ ദുഷ്കരമായിരുന്നു ശ്രമം. വനംവകുപ്പിൻ്റെ ഇതുവരെയുള്ള നീക്കങ്ങളിൽ ഏറ്റവും ദുഷ്കരമായ, ഏറ്റവും പ്രയാസകരമായ ഒരു ശ്രമത്തിലായിരുന്നു. പക്ഷേ ഇന്ന് രാവിലെ 10 മണി വരെ വലിയ ആത്മവിശ്വാസം ഉണ്ടായിരുന്നു. PT-7 തങ്ങളുടെ പരിധിയിലാണ്, ഏത് നിമിഷവും അതിനെ മയക്കുവെടി വെക്കാമെന്ന തരത്തിൽ. പക്ഷേ ആന കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ടാവണം കുറച്ചുകൂടി ഉൾക്കാട്ടിലേക്ക് പോകുന്നു, ചെറിയ പ്രദേശത്തേക്ക് പോകുന്നു. ഈ ഭൂപ്രകൃതി മയക്കുവെടി വെച്ച് ആനയെ വീഴ്ത്താനുള്ള ഒരു പ്രദേശമല്ല. കാരണം അതീവ സൂക്ഷ്മതയോടെ ജാഗ്രതയോടെ ചെയ്യേണ്ട ഒരു പ്രവൃത്തിയാണ്. അതിൻ്റെതായ രീതിയിൽ ആനയെ വനംവകുപ്പിൻ്റെ പരിധിയിൽ കിട്ടേണ്ടി വരും. തൽക്കാലം അതിനുള്ള സാഹചര്യമില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വിവരം. ദൗത്യം തൽക്കാലം ഒരു പ്രതിസന്ധി ഘട്ടത്തിലേക്ക് കടക്കുന്നു. പക്ഷേ ദൗത്യം പൂർണ്ണമായി ഉപേക്ഷിക്കില്ല. ഇന്നലെയും നമുക്കറിയാം, രാത്രി ധോണിയിലും മറ്റും ഇറങ്ങി കാട്ടാന ഈ PT-7 തന്നെ കൃഷി നശിപ്പിക്കുകയും ജനങ്ങളെ വലിയ ഭീതിയിലാക്കുകയും ചെയ്ത ഒരു സാഹചര്യമൊക്കെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ജനങ്ങൾക്ക് ആശ്വാസം പകരുന്ന തരത്തിലുള്ള നീക്കങ്ങൾ തന്നെയാകും വനംവകുപ്പിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുന്നത്. ചെങ്കുത്തായ മലയിടുക്കിൽ, ഈ കാണുന്ന ചെങ്കുത്തായ മലയിടുക്കിലാണ് ആന ഇപ്പോൾ നിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ മയക്കുവെടി വെക്കുക എന്നുള്ളത് ദുഷ്കരമാണ്. ദൃശ്യങ്ങളാണ് പ്രസാദ് അവിടെ നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം. ന്യൂസ് 18 സംഘം അവിടെ ഇപ്പോൾ ധോണി ചപ്പാത്തിൽ എത്തുകയും ഈ ദൃശ്യങ്ങൾ പ്രേക്ഷകർക്കായി നൽകുകയുമാണ്. ഈ ചപ്പാത്ത് വഴിയാണ് PT-7 ഉൾക്കാട്ടിലേക്ക്, ഈ ചെങ്കുത്തായ മലനിരകളിലേക്ക് പോയത് എന്നുള്ളതാണ്
പ്രധാനപ്പെട്ട വിവരം. ഏതായാലും വനവകുപ്പ് തന്നെ തങ്ങളുടെ നിസ്സഹായാവസ്ഥ അറിയിച്ചിട്ടുണ്ട്. തൽക്കാലം വെടിവെക്കാനുള്ള നിർവാഹമില്ല, അതിനുള്ള ശ്രമം തൽക്കാലം നടത്തില്ല. കുങ്കിയാനകളെ അടക്കം അങ്ങോട്ടേക്ക് കൊണ്ടുപോകുന്ന കാര്യത്തിലൊക്കെ തീരുമാനം വൈകുകയാണ്. നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെ ആനയെ കൊണ്ടുവന്ന PT-7 ഇന്ന് വെടിവെക്കുകയാണെങ്കിൽ അവിടെ കൂടൊരുക്കിയിരുന്നു. അതിന് സമീപത്ത് പോലീസ് അടക്കമുള്ള സംവിധാനങ്ങൾ ഏർപ്പെടുത്തിയിരുന്നു. അവരെയൊക്കെ പിൻവലിച്ചിട്ടുണ്ട്. ഇത്തരത്തിൽ ഇനി ഉള്ള ദിവസങ്ങളിൽ കുറച്ചുകൂടി ജാഗ്രതയോടെ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുക എന്നുള്ളതാകും ഒരു പക്ഷേ വനവകുപ്പിൻ്റെ ലക്ഷ്യം. പക്ഷേ ഉൾക്കാട്ടിലേക്ക് ഇനിയും കടക്കുകയാണെങ്കിൽ അത് ദിവസങ്ങൾ നീണ്ടു നിൽക്കുന്ന ഒരു ദൗത്യമായി മാറാനുള്ള സാഹചര്യവും മറ്റുമുണ്ട് എന്ന് വേണം മനസ്സിലാക്കാൻ. ഏതായാലും പ്രസാദും സംഘവും അവിടെ ചപ്പാത്തിൽ അവിടെ കുന്നിൻ മുകളിൽ ഉണ്ട്. ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത്. പ്രസാദ്, അത് ഈ ഇനിയും കുറച്ചുകൂടി ഉൾക്കാട്ടിലേക്ക് കടക്കാനുള്ള സാധ്യതയാണോ വനവകുപ്പ് കാണുന്നത്? അതോ വീണ്ടും തങ്ങളുടെ നിരീക്ഷണത്തിൽ തങ്ങളുടെ വലയത്തിൽ PT-7 എത്താനുള്ള സാഹചര്യവും മുൻകൂട്ടി കാണുന്നുണ്ടോ അവർ? രഞ്ജിത്ത്, എന്തായാലും PT-7 വീണ്ടും ഇന്ന് തന്നെ, ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഇന്ന് തന്നെ അവിടെ നിന്നും ആ ചെങ്കുത്തായ സ്ഥലത്ത് നിന്നും താഴത്തേക്ക് ഇറക്കാനുള്ള ശ്രമം നടക്കും. ദൗത്യസംഘം, വയനാട്ടിൽ നിന്നുള്ള ദൗത്യസംഘം അവിടെ തന്നെയാണ് ഉള്ളത്. അവർ അതിൽ നിന്നും മുകളിൽ നിന്ന് താഴത്തേക്ക്, നേരത്തെ നമുക്ക് ലഭിച്ചത് വനംവകുപ്പിൽ നിന്നും നമുക്ക് ലഭിച്ച വിവരം 3 മണിയോടുകൂടി, നേരത്തെ അവർ ആദ്യം പറഞ്ഞിരുന്നത് 4 മണിക്കുള്ളിൽ ആനയെ സുരക്ഷിതമായ സ്ഥാനത്ത് ലഭിച്ചാൽ മതി, നമുക്ക് മയക്കുവെടി വെച്ച് പിടികൂടാം എന്നതായിരുന്നു. പക്ഷേ ഇപ്പോൾ ആന കൂടുതൽ ഉൾക്കാട്ടിലേക്ക് വലിയുന്നത് കൊണ്ട് തന്നെ അത് വേഗത്തിൽ 3 മണിക്കകമെങ്കിലും കിട്ടിയില്ല എങ്കിൽ ആനയെ ഇവിടെ നിന്നും ധോണി ഫോറസ്റ്റ് സ്റ്റേഷനിലെ കൂട്ടിലേക്ക് എത്തിക്കാൻ കഴിയാത്തൊരു സാഹചര്യമുണ്ട്. അതുമാത്രമല്ല, അത് കൂടുതൽ അപകടകരവുമാണ്, ദുഷ്കരവുമാണ്. അതുകൊണ്ടാണ് അത്തരത്തിൽ ഒഴിവാക്കുന്നത്. 3 മണിക്കകമെങ്കിലും അതിൻ്റെ താഴ്വാരത്തേക്ക് എത്തിക്കാൻ കഴിയുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. നമുക്ക് ഇവിടെ ഇതിൻ്റെ തൊട്ട് താഴെയുള്ള പാടങ്ങൾ കൂടി കാണാം. ആന സ്ഥിരമായി വന്ന് ഇറങ്ങുന്നത് ഈ പാടത്താണ്. ഇവിടെ ആണ് നെൽകൃഷി നശിപ്പിച്ച് വീണ്ടും തിരിച്ച് ഈ കാട്ടിലേക്ക് പോകുന്നത്. ഇപ്പോൾ വയനാട്ടിൽ നിന്നുള്ള സംഘവും അതോടൊപ്പം തന്നെ പാലക്കാട്ടിലുള്ള സംഘമെല്ലാം വിവിധ ട്രാക്കിംഗ് ടീമുകളാണ് ഇതിനെ പ്രധാനമായി നിരീക്ഷിക്കുകയെല്ലാം തന്നെ ചെയ്തിരുന്നത്. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ കോർമ എന്ന് പറയുന്ന ഏറ്റവും കൂടുതൽ വനഭാഗത്ത് നിന്നും ആണ് അവർ വനംവകുപ്പ് രാവിലെ മുതൽ ഓടിച്ച് ഈ ചപ്പാത്ത് എന്ന് പറയുന്ന ആ സ്ഥലത്തേക്ക് എത്തിച്ചിട്ടുള്ളത്. പക്ഷേ അവിടുന്ന് പിന്നീട് ഉൾക്കാട്ടിലേക്ക്, ചെരിവുള്ള സ്ഥലത്തേക്ക് കയറിയതാണ് ഇപ്പോൾ ഒരു പ്രതിസന്ധി സൃഷ്ടിച്ചിട്ടുള്ളത്. എന്തായാലും ദൗത്യം ഉപേക്ഷിച്ചിട്ടില്ല എന്നത് വനംവകുപ്പ് പറയുന്നുണ്ടെങ്കിൽ പോലും ആശങ്ക അവർ പരസ്യമായി തന്നെ പങ്കുവെക്കുന്നുണ്ട്. കാരണം അത്രയും ചെങ്കുത്തായ ഒരു സ്ഥലത്ത് ഇത് നടത്തുക എന്നുള്ളത് ദുഷ്കരമാണ്. അതുകൊണ്ട് പക്ഷേ ഇന്ന് മയക്കുവെടി വെക്കാൻ കഴിയുമോ എന്ന കാര്യത്തിൽ തീർച്ചയില്ല. ഒരുപക്ഷെ സാധ്യത മങ്ങുന്നു എന്ന് തന്നെയാണ് അവർ പറയാതെ പറയുന്നത്. ഇന്ന് മയക്കുവെടി വെക്കാനുള്ള ശ്രമങ്ങൾ എന്തായാലും ഇനിയും വനംവകുപ്പ് മുന്നോട്ട് കൊണ്ടുപോകില്ല. 3 മണി വരെ ഒന്ന് നോക്കിയേക്കാം, ഒരു പക്ഷേ സാഹചര്യങ്ങൾ നോക്കാം. അതിനുശേഷം ഇന്നത്തെ ദൗത്യം വനംവകുപ്പ് ഉപേക്ഷിക്കാനുള്ള സാധ്യതകൾ തെളിഞ്ഞു വരുന്നു എന്നുള്ളതാണ്. ഈ ചെങ്കുത്തായി കാണുന്ന മലനിരകളിൽ എവിടെയോ ആണ് PT-7 ഇപ്പോൾ ഉള്ളത്. അവൻ വനംവകുപ്പിൻ്റെ പിടിയിൽ നിന്ന് അകന്ന് പോയിക്കൊണ്ടിരിക്കുന്ന സാഹചര്യവും വ്യക്തമാക്കുന്നു വനംവകുപ്പ്. ദൗത്യം പ്രതിസന്ധിയിലാണ്. ചപ്പാത്ത് വഴി ഈ ചെങ്കുത്തായ മലനിരകളിലേക്ക് PT-7 കടന്നു കഴിഞ്ഞു. ഇന്ന് രാവിലെ, ഇന്നലെ അടക്കം ഒരു പ്രതീക്ഷ എന്നുള്ളത് വനംവകുപ്പിൻ്റെ നിരീക്ഷണത്തിൽ തന്നെ ഉണ്ടായിരുന്നു. അതിനുശേഷം ഇന്ന് രാവിലെയോടുകൂടി മയക്കുവെടി വെച്ച് കുങ്കിയാനകളുടെ സഹായത്തോടെ കൂട്ടിലെത്തിച്ച് ആനയെ മെരുക്കാം എന്നുള്ള ശ്രമത്തിലായിരുന്നു, അതിനുള്ള നീക്കത്തിലായിരുന്നു വനംവകുപ്പ്. പക്ഷേ ഇപ്പോൾ കാര്യങ്ങൾ ഒട്ടും പ്രവചനത്തിൽ നിൽക്കുന്ന കാര്യമല്ല, പ്രവചനാതീതമായി കാര്യങ്ങൾ മാറുന്നു എന്നുള്ളതാണ് പ്രധാനപ്പെട്ട വിവരം. PT-7 എവിടെയാണ് എന്ന് സംബന്ധിച്ച് വനംവകുപ്പിന് കുറച്ചുകൂടി ഉൾവനത്തിലേക്ക് കടക്കുന്നതിനെ സംബന്ധിച്ചുള്ള വിവരങ്ങൾ തന്നെയാണ് ലഭ്യമാകുന്നത്. ചപ്പാത്തിൽ നിന്നുള്ള ദൃശ്യങ്ങളാണ് ഈ ദൗത്യസംഘത്തിൻ്റെ തൊട്ടടുത്ത് അവർക്ക് കൂടി കാണാവുന്ന, അവർ കൂടി നിരീക്ഷിക്കുന്ന സ്ഥലങ്ങൾ തന്നെയാണ് ഇത്. ഈ ചെങ്കുത്തായ മലനിരകളിൽ എവിടെയോ PT-7 തൻ്റെ സ്ഥാനത്ത് നിലയുറപ്പിച്ചിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വിവരം.